കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ട് എന്നാണ്. എന്താണ് പ്ലാൻ ബി എന്ന് ചോദിച്ചാൽ DCC പ്രസിഡന്റിനോ കോൺഗ്രസ് നേതാക്കൾക്കോ അത് വിശദീകരിക്കാൻ കഴിയുന്നുമില്ല. VM വിനുവിന് കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി. അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല. 2020 ഞാൻ വോട്ട് ചെയ്തിരുന്നു എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് VM വിനു. അത് സ്ഥിരീകരിക്കുന്നുണ്ട് അന്നത്തെ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മഹേഷ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്. അങ്ങനെയാണെങ്കിൽ VM വിനുവിന്റെ വോട്ട് ആരുടെ പേരിൽ? വോട്ടർ പട്ടികയിൽ പേരില്ലാതെ എങ്ങനെ VM വിനു വോട്ട് ചെയ്തു? ഈ ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ടതുണ്ട് VM വിനു. 2020 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നില്ല എന്ന് കൃത്യമായും അന്വേഷിച്ച് വ്യക്തമായി ജില്ലാ കളക്ടറുടെ മുന്നിൽ റിപ്പോർട്ട് കിടക്കുകയാണ്. ജില്ലാ കളക്ടർ അതേക്കുറിച്ച് തീരുമാനമെടുക്കും. താഴെ നിന്ന് വന്ന റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് മറ്റൊരു തീരുമാനം എടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല ജില്ലാ കളക്ടർക്ക്. കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നോമിനേഷൻ നൽകാനുള്ള തീയതി അടുത്തു വരുന്നു. നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നോട്ടിഫിക്കേഷന് ശേഷം വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനു ശേഷം വോട്ടിൽ ചേർക്കുക എന്നത് നടക്കാത്ത കാര്യമാണ്, നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ VM വിനുവിന് ഒരു സംശയം വേണ്ട, വോട്ട് ചെയ്യാൻ കഴിയില്ല, മത്സരിക്കാനും കഴിയില്ല. 2020 വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നത് വലിയ പ്രശ്നം തന്നെയാണ്. വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കള്ള വോട്ടാണ്. അങ്ങനെ VM വിനുവിനെ കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ കള്ള വോട്ട് ചെയ്യിച്ചോ എന്ന ചോദ്യവും അവിടെ ഉയരുന്നു. ഇനി മറ്റൊരു വിഷയമുണ്ട്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അതല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ പട്ടിക, വോട്ടർ പട്ടിക അത് ഏതാണ് എന്ന് പോലും അറിയില്ല. DCC പ്രസിഡന്റിന് പോലും അറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കോഴിക്കോടിന്റെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന് അറിയില്ല ഇത് രണ്ട് പട്ടികയാണ് എന്ന്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുകയാണ് 2024 ലോക്സഭയിലേക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പട്ടികയിൽ വോട്ടില്ല എന്ന ചോദ്യം ചോദിക്കുന്നത് DCCയുടെ പ്രസിഡന്റാണ്, ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ്. രണ്ടാണ്, രണ്ട് പട്ടികയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത കോൺഗ്രസ് നേതാക്കളാണ് ഇവിടെയുള്ളത് എന്നതിന്റെ തെളിവാണ് കോഴിക്കോട് സംഭവം. ഇനിയിപ്പോൾ പ്ലാൻ ബി ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്താണ് പ്ലാൻ ബി എന്ന് അവർ വിശദീകരിക്കുന്നുമില്ല. മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നത് മാത്രമാണ്. ആരായിരിക്കും ആ സ്ഥാനാർത്ഥി എന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ജില്ലാ കളക്ടറുടെ തീരുമാനം വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ആ വാർഡിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ കഴിയില്ല. സ്ഥാനാർത്ഥിയാകാൻ എത്രയോ പേർ അവിടെ നിലവിലുണ്ട്. അവരെല്ലാവരും മത്സരിക്കാൻ തയ്യാറായി കുപ്പായം വിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി ക്ഷാമം ഉണ്ടാകില്ല. UDFനും കോൺഗ്രസിനും അണികളില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേതാക്കൾ ഇഷ്ടം പോലെയുണ്ട് കോൺഗ്രസിന്. എന്നാലും എന്തായിരിക്കും പ്ലാൻ ബി, ആരായിരിക്കും മേയർ സ്ഥാനാർത്ഥി തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇനി ലഭിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, VM വിനുവിന് ഇനി വോട്ട് ചെയ്യാനാകില്ല തദ്ദേശ സ്ഥാപനത്തിലേക്ക്. അതേപോലെ തന്നെ മത്സരിക്കാനും കഴിയില്ല. ഏതെങ്കിലും ഒരു ബൂത്തിൽ, കോർപ്പറേഷനകത്തുള്ള ഏതെങ്കിലും ഒരു വാർഡിൽ വോട്ടുണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് നിയമം. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത VM വിനു പുറത്തു തന്നെയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ്, വലിയ ആഘോഷത്തോടു കൂടിയാണ് VM വിനുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ആ ഘട്ടത്തിലെങ്കിലും ഒന്ന് പരിശോധിക്കേണ്ടേ വോട്ടർ പട്ടിക? പേരുണ്ടോ എന്ന് നോക്കേണ്ടേ? എന്തിനേറെ പറയുന്നു, ഒരു ബൂത്തിൽ, ഒരു വാർഡിൽ ആർക്കൊക്കെയാണ് വോട്ട് ഉള്ളത്, ഏതൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്കാണ് വോട്ടുള്ളത്, ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ വോട്ടില്ലാതെ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അവിടെ സംഘടനയുണ്ടാകണം. രാഷ്ട്രീയ പാർട്ടികളാണ്, പാർട്ടി നേതാക്കളാണ്, പാർട്ടി പ്രവർത്തകരാണ് അത് പരിശോധിക്കുക. എല്ലാ ബൂത്തിലും അങ്ങനെ തന്നെയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ബൂത്ത് സെക്രട്ടറിമാരോ അതല്ലെങ്കിൽ മറ്റു ഭാരവാഹികളോ ഒക്കെ ആ ബൂത്തിലുണ്ടാകും. അവർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന്റെ പ്രിന്റ് എടുത്ത് ഓരോ വീട്ടിലും കയറി പരിശോധിക്കുന്നു. അവർക്ക് എന്ന് വെച്ചാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ആ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാവരും കൃത്യമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ ഇല്ലാത്തവരെ വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. അതിന് ശേഷമാണ് മത്സരിക്കുക.
അതല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആരാകുക എന്നൊക്കെ തീരുമാനിക്കുക. എന്നാൽ ഈ അടിസ്ഥാന പ്രവർത്തനം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നടത്തേണ്ട വോട്ടർ പട്ടിക പരിശോധന, കരട് വോട്ടർ പട്ടിക പരിശോധന നടന്നിട്ടില്ല എവിടെയും എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറായി വരുന്നവർക്ക് വോട്ടില്ലാത്ത അവസ്ഥ. അതാണ് കോഴിക്കോട് സംഭവിച്ചത്. കോഴിക്കോട് ഒരു സീറ്റിലല്ല മറ്റൊരു സീറ്റിലും അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കോഴിക്കോട്ട് കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം പൂർണ്ണമായും നിർജ്ജീവമാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണമില്ല. കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർജ്ജീവമാണ്. മലബാറിൽ മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിലാണ് അല്പമെങ്കിലും സജീവമായി വോട്ടർ പട്ടിക പരിശോധനയും അതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, UDF ഇല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിൽ നേതാക്കൾക്ക് ക്ഷാമമില്ല, നേതാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ സംഘടനാ ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ജംബോ കമ്മിറ്റിയാണ്. ഇനിയും പ്രസിദ്ധീകരിക്കാനുണ്ട്, സെക്രട്ടറിമാരും നിർവാഹക സമിതി അംഗങ്ങളും. അതിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം, ആരെയൊക്കെ വെട്ടണം എന്നറിയാതെ തലപുകയ്ക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. പക്ഷെ നേരെ താഴോട്ട് വന്നാൽ അടിസ്ഥാന ഘടകമായ ബൂത്തിൽ പ്രവർത്തിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഇന്ന് കോൺഗ്രസിന് ഉള്ളത്. അതിന്റെ ദുരന്തമാണ് കോൺഗ്രസ് അനുഭവിക്കുകയും ചെയ്യുന്നത്.